റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശശി തരൂർ കോൺഗ്രസിന് തലവേദനയാകുന്നു. നരേന്ദ്രമോദി പ്രശംസകളിലൂടെ തരൂരിന്റെ ലക്ഷ്യം പാർട്ടിയിൽ രക്തസാക്ഷി പരിവേഷമാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ. തരൂരിനെതിരെ നടപടി വൈകുന്നതിലും അമർഷമുണ്ട്. പാർട്ടിയെ വെല്ലുവിളിച്ച തരൂരിനെ സംരക്ഷിക്കരുതെന്നാണ് നേതാക്കളുടെ നിലപാട്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ ശശി തരൂര് തലവേദനയാവുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി. എന്നിട്ടും ഈ തലവേദന അവിടെ തന്നെ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, തലവേദന ഇപ്പോൾ മൈഗ്രെയിനായി മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നേതാക്കന്മാരെ പൊറുതി മുട്ടിയോ ശശി തരൂരിന്റെ ഈ മോദി പുകഴ്ത്തൽ കൊണ്ട്? അരുൺകുമാർ, ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിന് വിട്ടുമാറാത്ത തലവേദനയായി മാറിയിരിക്കുകയാണ്. എന്താണ് ഇതിന് മറുമരുന്നെന്ന് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഹൈക്കമാൻഡ് പറയുന്നത് പൂർണ്ണമായും ശശി തരൂരിനെ അവഗണിക്കുന്നതാണ് നല്ലതെന്ന്. കാരണം രക്തസാക്ഷി പരിവേഷമാണ് ശശി തരൂർ ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു നടപടിയിലേക്ക് നീങ്ങാത്തതെന്ന വിശദീകരണവും വരുന്നത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനം ശശി തരൂർ ചോദ്യം ചെയ്യുകയാണ് എന്ന ഒരു വിലയിരുത്തലും ഒരു അഭിപ്രായവും പല നേതാക്കൾക്കുമുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് നിരന്തരം ശശി തരൂരിനെതിരെ വിമർശനം പരസ്യമായി ഉന്നയിക്കുന്നത് കെ മുരളീധരനാണ്. തരൂർ ഒന്നുകിൽ പാർട്ടിയിൽ നിൽക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക എന്ന നിലപാട് പരസ്യമായി തന്നെ മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ മുരളീധരൻ പറയുന്നുണ്ട്. സമാനമായ നിലപാട് പല നേതാക്കൾക്കുമുണ്ട്. പക്ഷേ പരസ്യമായി അവർ ഒന്നും പറയുന്നില്ല. കാരണം തിരുവനന്തപുരം MP കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയാണ് ശശി തരൂർ. എന്തിനാണ് ശശി തരൂർ നിരന്തരം കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിനെ തള്ളിപ്പറയുന്നത്, കോൺഗ്രസിനെ പരസ്യമായി അതിന്റെ ആശയത്തെ തള്ളിപ്പറയുന്നത് എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. പക്ഷേ തരൂർ ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. ഏതായാലും തരൂരിനെതിരെ പെട്ടെന്നൊന്നും ഒരു നടപടി ആരും പ്രതീക്ഷിക്കുന്നില്ല. പ്രവർത്തക സമിതിയിൽ നിന്നെങ്കിലും മാറ്റണമെന്ന അഭിപ്രായം ഉയർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട മറ്റു പാർലമെന്ററി കാര്യ സമിതിയുടെ ചെയർമാൻ പദവിയിൽ നിന്നെങ്കിലും മാറ്റാനുള്ള നിർദ്ദേശം നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് ഇപ്പോഴും മൗനം തുടരുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നേതാക്കളും പ്രവർത്തകരും ഒന്നടങ്കം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ തരൂരിനെതിരെ എഴുതുകയാണ്. ഓക്കെ, താങ്ക് യു റോഷി. അപ്പോൾ ഒരു ഭാഗത്ത് ശശി തരൂർ, മറുഭാഗത്ത് PK ശശി. കൊള്ളാം, എല്ലാം ശശികാലം.